കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഒന്ന് നിന്നേ. മരുമോൾ എങ്ങോട്ടാ ചായയൊക്കെ ആയിട്ട്? നിനക്കെന്താടി ചെവി കേട്ടൂടെ? ചായ ആർക്കാണെന്ന്? DKക്ക്. ഓ അത് ശരി. അപ്പൊ എന്റെ ഭർത്താവിനുള്ള ചായയാണല്ലേ? അല്ല, നീ എന്തിനാ എന്റെ ഭർത്താവിന് ചായ ഇട്ട് കൊടുക്കുന്നത്? അതിന് ഞാനില്ലേ ഇവിടെ. ചായ തന്നെ തരാൻ. അങ്ങനെ തലയിരിക്കുമ്പോ വാലാടണ്ട കേട്ടാ. എന്റെ ഭർത്താവിന് ചായ വേണമെങ്കിലേ ആ ചായ എടുത്തു കൊടുക്കാൻ എനിക്കറിയാം. അല്ലാതെ ഇവിടെ അപ്രന്റീസിന്റെ ആവശ്യമില്ല കേട്ടാ. അല്ലെങ്കിൽ നീ ആരാ ചായക്കട തങ്കമ്മയോ? അവള് ചായ കൊടുക്കാൻ നടക്കും. ഇയാളിതെവിടെ പോയി? രാത്രി മുഴുവൻ കൂർക്കം വലിക്കുന്ന ശബ്ദം ഉണ്ടാക്കി എന്റെ ഉറക്കം കളഞ്ഞ ദുഷ്ടൻ. ഇന്ന് രാത്രി ആവട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. എന്റെ ചായ എവിടെ? ചോദിച്ചു കേട്ടില്ലേ എനിക്കുള്ള ചായ എവിടെയെന്ന്? അടുക്കള കാണും. അടുക്കളയിലോ? അതെ, വേണമെങ്കിൽ പോയി എടുത്ത് കുടിക്കണം. അല്ലാതെ തന്നെത്താൻ നടന്നു വരാനേ ചായക്ക് കൈയും കാലും ഒന്നും ഇല്ല. മര്യാദയില്ലാത്ത വർഗം. ദേ, ഇതിനകത്ത് ഒരു മര്യാദ കേടും ഇല്ല. എനിക്കുള്ള ചായ ഞാൻ എടുത്തു, നിങ്ങൾക്കുള്ള ചായ നിങ്ങൾ തന്നെ പോയി എടുത്തു കുടിക്കണം. പിന്നെ നിങ്ങൾക്ക് എന്നും രാവിലെ ചായ കൊണ്ട് തരണമെന്ന് കോടതി എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ആഹാ, നീ അത്രക്കായോ? നിന്നെ കൊണ്ട് ഞാനത് കുടിപ്പിക്കാടി. എന്തൊരു ചൂട്! തൊണ്ട മൊത്തമുള്ളേ. നന്നായേ ഉള്ളൂ. എന്നാലും സാരമില്ല, ഞാൻ സഹിച്ചു. ഇങ്ങനെ പോയ 6 മാസം ഒന്നും വേണ്ടി വരില്ല. അതിനു മുമ്പേ നിന്നെ ഞാൻ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കും. അയ്യടാ, ചവിട്ടി പുറത്താക്കി ഇങ്ങോട്ട് വാ. നിങ്ങൾ ഞാൻ കോടതി കയറ്റും. ജയിലിൽ കിടന്ന് നിങ്ങൾ ഉണ്ട നിന്നും ഉണ്ടാ. ജയിലിൽ ഇപ്പൊ ഉണ്ടല്ലടി ബേക്കറിക്കാരി. നല്ല ചോറും ചപ്പാത്തിയാ. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ എന്താ ജയിലിൽ കിടന്നിട്ടുണ്ടോ? ആ, കിടന്നിട്ടുണ്ട്. വിസിറ്റ് ചെയ്യാൻ പോയപ്പോഴായിരിക്കും അല്ലേ? അല്ല, കൊലക്കേസ് പ്രതിയായിട്ട്. എന്തെന്നാ? കൊലക്കേസോ? അതെ. അതുകൊണ്ട് ജയിലും കോടതി എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട. ഒരാളെ കൊന്ന കേസിൽ പ്രതിയായിട്ട് ജയിലിൽ കിടന്നവനാ ഞാൻ. ഇനി ഒരാളെ കൂടി തട്ടാനും എനിക്ക് ഒരു മടിയില്ല. ഒരാളെ കൊല്ലുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചായ കുടിക്കുന്ന പോലെ ഈസിയായ ജോലിയാണ്. ഇനി ഒരു കൊലപാതകം കൂടി നടത്താൻ സാധ്യതയുണ്ടെന്നാ എന്റെ ജാതകത്തിലുള്ളത്. അത് മിക്കവാറും നീ തന്നെ ആയിരിക്കും. ഒരു ചായയും കൂടി എടുത്തിട്ട് വരട്ടെ ചേട്ടാ? വേണ്ട, വേണോ? ചുമ്മാ പറയുന്നായിരിക്കും. ഞാൻ അയാളുടെ കൂടെ എങ്ങനെയാ മുറിയിൽ ജീവിക്ക? എന്റെ അമ്മയുടെ ലിറ്റിൽ കണ്ണാ, നീ എന്നെ രക്ഷിച്ചോണേ. കൊല്ലോ? ഏയ്, ഹലോ. മോളെ, ഞാനൊരു കാര്യം ചോദിക്കാനാണ് വിളിച്ചത്.
എന്താ കാര്യം? അല്ല, അച്ഛനോടും അമ്മയോടും ഒക്കെ നീ നിന്റെ തീരുമാനം പറഞ്ഞായിരുന്നോ? ഇല്ല, അതൊക്കെ സമയമാകുമ്പോ ഞാൻ പറഞ്ഞോളാം. ആ അല്ല, DKയും നിന്റെ ചേച്ചിയോട് എതിർത്താലോ? ആരും എതിർക്കില്ല. അതിനുള്ള വഴിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓ, നിന്നെ ഞാൻ സമ്മതിച്ചു മോളെ. നീ ഒരു പൊട്ടിപ്പെണ്ണാണ് ഞാൻ വിചാരിച്ച. ഇപ്പൊ ഓരോ ദിവസവും നീ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എനിക്കൊരു അത്ഭുതവും ഇല്ല. നിങ്ങൾ ഇനി ഒരുപാട് അത്ഭുതപ്പെടാൻ ഇരിക്കുന്നതേ ഉള്ളൂ. എന്നാ പിന്നെ ശരി, ഞാൻ വെക്കട്ടെ. അവന്റെ ഒരു അത്ഭുതം ഇങ്ങ് വരട്ടെ, കാണിച്ചു കൊടുക്കാൻ ഞാൻ. എന്റെ രാജീവേട്ടന്റെ ജീവൻ എടുത്തതിന് ഇഞ്ചിഞ്ചായി ഞാൻ പകരം ചോദിച്ചിരിക്കും. എങ്ങോട്ടാണാവോ മഹാറാണിയുടെ എഴുന്നള്ളത്ത്? ക്ഷേത്രത്തിലേക്കാണ് ആര്യപുത്ര. പിന്നെ ക്ഷേത്ര ദർശനത്തിന് മഹാറാണി മാത്രല്ല, ഈ മഹാരാജാവും വരുന്നുണ്ട്. ഞാൻ ഒരിടത്തേക്കും വരുന്നില്ല. കോടതി പറഞ്ഞ കാര്യം മറന്നോ ഹിറ്റ്ലറെ? എന്ത്? അമ്പലത്തിൽ പോകാൻ കൂട്ടുവരണമെന്ന് കോടതി പറഞ്ഞായിരുന്നു. ഈ 6 മാസം ഞാൻ എവിടെയൊക്കെ പോയാലും അവിടെ ഒക്കെ വരണം. ഓഹോ, കോടതി അങ്ങനെ പറഞ്ഞോ? ഇതൊന്നും ഞാൻ കേട്ടില്ലല്ലോ. ആ, അല്ലെങ്കിൽ നിങ്ങൾ ആണുങ്ങളൊക്കെ എങ്ങനെയാ? ആവശ്യമുള്ള ഒന്നും കേക്കില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഭർത്താവിന്റെ താല്പര്യം കൂടി 6 മാസം ഭാര്യയെ നോക്കണ്ടേ? തുല്യത രണ്ടുപേർക്കും വേണമല്ലോ. ആഹാ, ഞാൻ എപ്പോഴേ റെഡിയാ. എന്തിന്? അതിന്. ഏതിന്? ഈ ഭർത്താവിന്റെ താല്പര്യങ്ങളൊക്കെ ഒന്ന് സാധിച്ചു തരാൻ. ചേട്ടാ, എന്താ ഈ ഭർത്താവിന്റെ ഇഷ്ടം? അപ്പോ ഇതൊക്കെ ഉള്ളിലുണ്ടായിരുന്നല്ലേ? നീ എന്തേ കാണിക്കുന്നേ? ഇത് നമ്മുടെ മണിയറിയല്ലേ ആര്യപുത്ര? ആര്യപുത്രനോ? നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞത് ഭർത്താവിന്റെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കേണ്ടത് ഭാര്യയുടെ കടമയാന്ന്? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എന്റെ ദേഹത്തോടെ കൊന്നുകളെ ഞാൻ. ഈ ഭർത്താവും ഭാര്യ ആയാ പിന്നെ 2 ശരീരവും ഒരു മനസ്സും അല്ലേ ചേട്ടാ? തമാശ കളിക്കല്ലേ? നീ എങ്ങോട്ടൊന്ന് ഇറങ്ങി പൊടി. തുല്യത ഉറപ്പുവരുത്തണ്ടേ ചേട്ടാ? എന്നെ തൊട്ടാ നിന്റെ തലയടിച്ചാൻ പൊളിക്കും. നിക്ക്. എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ? What is the problem? എന്താ മോളെ? അല്ല മാം, ഞാൻ ഈ കോടതി പറഞ്ഞ തുല്യത ഉറപ്പുവരുത്താൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ഹിറ്റ്ലർ സമ്മതിക്കുന്നില്ല. എന്താ മൈസാൻ ഇങ്ങനെയൊക്കെ? എന്താ ഹിറ്റ്ലർ ഇങ്ങനെയൊക്കെ? അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടേ? അമ്മ അല്ല മോളെ, നീ എന്താ പറഞ്ഞത്? തുല്യത. തുല്യത. ഇവക്ക് തുല്യത നീ കൊടുക്കുന്ന എനിക്ക് നീ ഉറപ്പ് തരണം. ബേട്ടി, ടെൽ മീ, നീ എന്താ ഇവനോട് ഡിമാൻഡ് ചെയ്തത്? അതെന്തായാലും ഈ മദർ നിനക്ക് വാങ്ങി തന്നിരിക്കും. ബേട്ടി, എന്താ പറയട്ടെ? ഞാൻ അത് പറയട്ടെ ചേട്ടാ? മോളെ, നീ അവനെ നോക്കണ്ട, നീ പറ. നിനക്ക് എന്ത് തുല്യതയാ വേണ്ടത്? അത് പിന്നെ ഈ ഹിറ്റ്ലർ അതിന് സമ്മതിക്കുന്നില്ല. എന്തിന്? ഇത് അമ്മ വിചാരിക്കുന്ന പോലെ അല്ല. മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. മോളെ, എന്ത് കാര്യ? അത് അമ്മ അമ്പലത്തിൽ പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് ശരി, അമ്പലത്തിലോ? അവ
അല്ല, ഏത് അമ്പലത്തിലാ പോകുന്നത്? അത് പിന്നെ എന്റെ കൂടെ ക്ഷേത്രത്തിലേക്ക് വരാൻ ഞാൻ ഈ ഏട്ടനോട് പറഞ്ഞതാ. ഈ ഏട്ടൻ കേൾക്കുന്നില്ല. മൈസൺ, പെട്ടെന്ന് വേഷം മാറി ഇവിടെ ഇവിടെ ക്ഷേത്രത്തിലേക്ക് പോകാൻ നോക്ക്. അല്ലെങ്കിൽ വേണ്ട, ഞാനും കൂടെ വരാം. ഞാനെങ്ങൂല്ല, എനിക്കിപ്പോ ഒരു ക്ഷേത്രത്തിലും വരാൻ പറ്റില്ല. നോ, അങ്ങനെ പറയരുത്. നീ പോയേ പറ്റൂ. ഗെറ്റ് റെഡി, പാസഞ്ചർ. എടാ, പെട്ടെന്ന് റെഡി ആയിട്ട് വരാൻ. ഞാൻ താഴെ വെയിറ്റ് ചെയ്യും. രണ്ടുപേരും കൂടെ 5 മിനിറ്റിനുള്ളിൽ വന്നേക്കണം. ഓക്കെ? ബേട്ടി, ഇപ്പൊ നിന്റെ തുല്യതയൊക്കെ ഓക്കെ ആയില്ലേ? കുറച്ച്. ബാക്കി കൂടെ ഞാൻ ശരിയാക്കി തരാം. തുല്യത. പെട്ടെന്ന് വാ. വാ. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? മൂകാംബിക പോകാൻ ഞാൻ തീരുമാനിച്ചു. അമ്മ ഒറ്റയ്ക്കോ അതോ ഏതെങ്കിലും തീർത്ഥാടക സംഘത്തിന്റെ കൂടെ? ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മൾ 3 പേരും കൂടെ പോകുന്ന കാര്യാ ഞാൻ പറഞ്ഞത്. അല്ല, നീ എന്തൊന്നും മിണ്ടാത്തത്? ഞാൻ പറഞ്ഞേ കേട്ടില്ലേ? കേട്ടു, പക്ഷെ ഞാനില്ല. അതെന്താ ഇല്ലാത്തത്? എനിക്കിഷ്ടമില്ലാത്തോണ്ട്. സുപ്രിയയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു മൂകാംബിക്ക് പോകേണ്ടത്. നീ അത് മറന്നോ? അമ്മ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാണോ? അമ്മ പറഞ്ഞതിൽ എന്താ തെറ്റ്? സുപ്രിയക്ക് വേണ്ടിയല്ലേ? ഒന്ന് പോയിക്കൂടെ? എനിക്കിഷ്ടമല്ല. അതെ, ഞാൻ തീരുമാനിച്ചു, നമ്മൾ പോകുന്നു. ഞാനില്ല. അപ്പൊ നീ ഇത്രയും കാലം സുപ്രിയെ സ്നേഹിച്ചിരുന്നു പറഞ്ഞത് കള്ളമായിരുന്നു അല്ലേ? പറയടാ, സുപ്രിയുള്ള നിന്റെ ലവ് കളവായിരുന്നോ? ഒരിക്കലുമല്ല. കൂടുതലുകൊണ്ടാ പോകാൻ ഇഷ്ടമില്ലാത്തത്. ദിസ് ഈസ് മൈ ഡിസിഷൻ. ഇനി നോ ചേഞ്ച്. നമ്മൾ പോകുന്നു. നീ വന്നേ പറ്റൂ. ഇവളും വരും. ഞാനേ മൂകാംബിക ദേവിക്ക് വാക്ക് കൊടുത്തത്. നീ നോ പറയരുത്. ഓക്കെ? അതെ ചേട്ടാ, നമ്മളിവിടെ വന്നത് വെറുതെ തൊഴുതു പോവാൻ മാത്രമല്ല. പിന്നെ ഇവിടെ എന്താ, വല്ല കല്യാണം നടക്കുന്നുണ്ടോ അതോ വേറെ വല്ല പ്രോഗ്രാം ഉണ്ടോ? ബേട്ടി, വാട്ട് ഈസ് യുവർ പരിപാടി? ക്യാ കർത്താ ഹേ? അമ്മേ, അതെ, വിഷം കുടിച്ച് ആശുപത്രി കിടന്നപ്പോ ഞാൻ കുറച്ച് നേർച്ചകൾ നേർന്നായിരുന്നു. അതിലെന്താ, നമുക്ക് ചെയ്യാലോ. അമ്പലത്തിൽ നേർച്ച ചേർന്നതിനാണോ ഇത്രയും വലിയ ബിൽഡപ്പ്? അയ്യോ, ഞാൻ നടത്തിയേക്കാന്നല്ല, എല്ലാം എന്റെ ഭർത്താവിനെ കൊണ്ട് ചെയ്യിച്ചേക്കാന്നാ ഞാൻ നേർന്നത്. എനിക്ക് വേണ്ടി ആ നേർച്ചകളൊക്കെ ചെയ്യേണ്ടത് നിങ്ങളാ. ഞാനോ? അത് വേണ്ട. അവനവൻ നേർന്നതേ അവനവൻ തന്നെ അങ്ങ് നടത്തിയാ മതി. എന്നാലേ നേർച്ച ഫലിക്കൂ. അയ്യടാ, ഞാൻ അന്ന് ചത്തുപോയിരുന്നെങ്കിലേ നിങ്ങളിപ്പോ കൊലക്കുറ്റത്തിന് ജയിലിൽ കിടന്ന് ഉണ്ട തിന്നേനെ, അറിയാവോ? നിങ്ങൾ ജയിലിൽ കയറാതിരിക്കാൻ വേണ്ടിയാ ഞാൻ നേർന്നത്. അത് ന്യായം. അപ്പൊ നീ തന്നെ അത് ചെയ്യണം. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഇത് ഇവള് മനഃപൂർവ്വം ചെയ്യുന്ന. ഞാൻ അങ്ങനെ ചെയ്യുവേട്ടാ. ഇത് നമ്മുടെ നല്ല ദാമ്പത്യത്തിന് വേണ്ടിയുള്ള നേർച്ചയല്ലേ, നിങ്ങളത് ചെയ്തേ പറ്റൂ. എടാ കണ്ണ,
സമ്മതിക്കും ബേട്ടാ, നിനക്ക് വേണ്ടിട്ടല്ലേ. ആ ശരി. ആ പിന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത വല്ല നേർച്ചയാണെങ്കിൽ ഞാൻ ചെയ്യത്തില്ല, പറഞ്ഞേക്കാം. നിങ്ങളെ കൊണ്ടത് പറ്റും ചേട്ടാ. വാ വാ ചെല്ലട കണ്ണ. വാ. അമ്മ അമ്മ പോയി തൊഴുത, ഞാൻ ചേട്ടനെ കൊണ്ട് ഇപ്പൊ വരാം. വാ ഒന്ന് വാ ചേട്ടാ. വാ ചേട്ടാ. മതി മതി മതി, ഇവിടെ മതി. എന്ത് എന്തിനിപ്പോ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ ഈ ഡ്രസ്സൊക്കെ ഒന്ന് ഊരിയേ. എന്ത് ഇതെന്ത് നേർച്ച? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അയ്യോ, ഇത് അങ്ങനെയല്ല. ഈ നേർച്ചയ്ക്ക് നിങ്ങൾ കൊടുക്കാനുള്ള ഡ്രസ്സ് വേറെയാ. ആ നമസ്കാരം തിരുമേനി. ഇതാണ് വഴിപാടിനുള്ള വസ്ത്രം. വാങ്ങിച്ചോ ചേട്ടാ, നേർച്ചക്കുള്ള ഡ്രസ്സല്ലേ, ഭക്തിയോടെ വാങ്ങിച്ചോ. ഈശ്വരാ. ബേട്ടി മോളെ, ഞാൻ സൂപ്പർ കോസ്റ്റ്യൂം, നറിയമാല, കയ്യിലെ ഷൂലും കൊള്ളാം. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞാ? അധിക സമയം ഞാൻ ഈ വേഷം കെട്ടി നിൽക്കത്തില്ല. അങ്ങനെയൊന്നും പറയില്ല ചേട്ടാ, ദേവി കോപം കിട്ടും. അതെ, ഞാനിപ്പോ ഒരു ദേവി സ്തുതി ചൊല്ലും. അത് ചൊല്ലി തീരുന്നവരെ ഈ ശൂലം ഉയർത്തിപ്പിടിച്ച് ഒറ്റക്കാലിൽ നിൽക്കണം. ഇതാണോ നേർച്ച? ആ, ഇതൊരു നേർച്ചയാ. പറഞ്ഞ പോലെ ചെയ്താ മതി. ചെയ്യട കണ്ണ. ആ ഓം സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമോസ്തുതേ. ദേവി, ഇവിടെ നിർത്താനുള്ള പ്ലാൻ ഇല്ലേ? ഇവിടെ എന്താ മനസ്സിൽ കണ്ടുവച്ചിരിക്കുന്നേ? കാലൊന്ന് മാറ്റിപ്പിടിച്ചാലോ? അയ്യോ, നശിപ്പിച്ചു. ഇനി ഇതിന്റെ ബലം കിട്ടില്ല. ഇതിന് പരിഹാരം ചെയ്യണം. എന്ത് പരിഹാരം? കൈവെള്ളയിൽ കർപ്പൂരം കത്തിച്ചു വെച്ച് ദേവിയോട് മാപ്പ് പറയണം. കയ്യിൽ കർപ്പൂരം കത്തിച്ചു വെക്കാനോ? ആ പ്രാർത്ഥിച്ചോ, നന്നായിട്ട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചോ. ഇതെന്തൊരു നേർച്ച തിരുമേനി? ഞാനല്ലല്ലോ നേർന്നത്, നിങ്ങളുടെ ഭാര്യയല്ലേ. ഭക്തിയോട് പ്രാർത്ഥിച്ചാ മതി, കൈ പൊള്ളില്ല. ദേവി
ഓ എന്തൊരു വേദന. ഓ, എടി ബേക്കറിക്കാരി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആ, ഇനി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി കവിളില് ശൂലം കുത്തുന്ന നേർച്ച കൂടി നേർന്നിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത തവണ ചെയ്യാം. കവളിൽ ശൂലം കുത്താനോ? അതെ, ശൂലം കുത്തുമ്പോഴേ ഒരു വലിയ ശൂലം തന്നെ കുത്തിക്കോണം. അമ്മേ, നേർച്ചയല്ലേടാ മോനെ, വേദനിക്കത്തില്ല. ഇല്ല വേദനിക്കില്ല. എന്നാ പിന്നെ അമ്മയുടെ കവളിൽ കുത്തിക്കോ. അയ്യോ, എനിക്ക് പറ്റത്തില്ല. ഭാര്യ നേർന്നാലേ ഭർത്താവ് തന്നെ കുത്തണം. ഇത് നിങ്ങൾ രണ്ടാളോട് പ്ലാൻ ചെയ്ത് എനിക്ക് തന്ന പണിയാ. അതെ, പ്ലാൻ തന്നെയാ. പക്ഷേ അമ്മയ്ക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല. പക്ഷേ ഇത് എന്റെയും പ്ലാൻ അല്ല. ഞാൻ ഇങ്ങനെയൊന്നും നേർന്നിട്ടുമില്ല. അതെ ചേട്ടാ, ഇതെല്ലാം സുപ്രിയയുടെ ആഗ്രഹങ്ങളായിരുന്നു. സുപ്രിയയുടെ ആഗ്രഹങ്ങളോ? അതെ, ഒരു ചെറിയ പോക്കറ്റ് ഡയറിയില് സുപ്രിയ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ദാ, ഇതാ ഡയറി.